മലേഷ്യയുടെ തലസ്ഥാനമായ കൗലാലംപൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് KL ടവർ. ഔദ്യോഗികമായി ഇതിനെ മെനാര കൗലാലംപൂർ എന്നാണ് വിളിക്കുന്നത്. 421 മീറ്റർ, അതായത് 1381 അടി ആണ് ഇതിൻ്റെ ഉയരം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന 7ാമത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണിത്. ഇന്ന് ഈ ടവറിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ് നമ്മുടെ യാത്ര. ഒബ്സർവേഷൻ ഡെക്കിൽ എത്തിയതിന് ശേഷം അവിടെ നിന്നും കൗലാലംപൂർ സിറ്റിയുടെ മനോഹര കാഴ്ചകളിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. അവിടെ നിന്നും കൗലാലംപൂർ സിറ്റിയുടെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ ഈ ടവറിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. 1991 നിർമ്മാണം ആരംഭിച്ച് 1994 പൂർത്തിയാക്കി. 1996 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഇസ്ലാമിക് വാസ്തുവിദ്യയുടെയും ആധുനിക ശൈലിയുടെയും മനോഹരമായ സംഗമമാണ് ഈ ഗോപുരം. പെർഷ്യൻ ശൈലിയിലുള്ള മുഖർനാസ് ഡിസൈനുകൾ ഇതിൻ്റെ ഉൾഭാഗത്ത് കാണാം. ഇത് മലേഷ്യയുടെ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇവിടെ സഞ്ചാരികൾക്കായി നിരവധി കാഴ്ചകളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒബ്സർവേഷൻ ഡെക്കാണ്. നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്നും നമുക്ക് 360 ഡിഗ്രിയിൽ കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് സ്കൈ ഡെക്കാണ്. തുറസായ സ്ഥലത്ത് നിന്നും നഗരം കാണാനുള്ള സൗകര്യമാണിത്. കൗലാലംപൂർ എന്ന മനോഹരമായ സിറ്റിയെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഏറ്റവും ഭംഗിയോടെ കാണാൻ ഈ ഡെക്ക് നമ്മെ സഹായിക്കുന്നു. മറ്റൊരു സൗകര്യം പൂർണ്ണമായും കണ്ണാടി കൊണ്ട് നിർമ്മിച്ച ഒരു ബോക്സാണ്. ഇതിനെ സ്കൈ ബോക്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ നിൽക്കുമ്പോൾ താഴെയുള്ള കാഴ്ചകൾ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് സാഹസം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. അന്തരീക്ഷ 360 എന്ന ഈ ടവറിന് മുകളിൽ കറങ്ങുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിനെ അറ്റ്മോസ്ഫിയർ 360 എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നഗരം ചുറ്റിക്കാണാൻ ഇത് സഹായിക്കുന്നു. ഈ ടവറിൻ്റെ നിർമ്മാണ വേളയിൽ പ്രകൃതിയുടെ സംരക്ഷണം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് എന്നതാണ് ഏറ്റവും വലിയ അതിശയിപ്പിക്കുന്നത്. KL ടവർ സ്ഥിതി ചെയ്യുന്നത് ബുക്കിറ്റ് നനാസ് എന്ന വനമേഖലയിലാണ്. ഒരു വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏക ടവർ ആണിതെന്നാണ് കരുതപ്പെടുന്നത്. നിർമ്മാണ വേളയിൽ പ്രകൃതിക്ക് ഒട്ടും കോട്ടം തട്ടാതിരിക്കാൻ 100 വർഷം പഴക്കമുള്ള ഒരു ജലുത്തോങ് മരം സംരക്ഷിച്ചുകൊണ്ട് അതിനു ചുറ്റുമാണ് ഈ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഉപയോഗം ഇതൊരു ടെലികമ്മ്യൂണിക്കേഷൻ ടവർ ആണ് എന്നതാണ്. TV, റേഡിയോ പ്രക്ഷേപണങ്ങൾക്കായാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കൂടാതെ ഇസ്ലാമിക് കലണ്ടർ നിശ്ചയിക്കുന്നതിനായി ചന്ദ്രനെ നിരീക്ഷിക്കാനും ഈ ഗോപുരം ഉപയോഗിക്കുന്നു. കൗലാലംപൂരിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടം കൂടിയാണ് KL ടവർ. രാത്രിയിൽ വർണ്ണാഭമായ ലൈറ്റുകളാൽ ഈ ഗോപുരം അതിമനോഹരമായി കാണപ്പെടും. ഇങ്ങനെ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നും മനോഹരമായ കൗലാലംപൂർ സിറ്റി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൗലാലംപൂർ സിറ്റിയുടെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മലേഷ്യയുടെ തലസ്ഥാനവും സാമ്പത്തിക സ്ഥിരാകേന്ദ്രവുമായ കൗലാലംപൂർ വളരെ ചുരുങ്ങിയ കാലയളവിൽ ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ മഹാനഗരങ്ങളിൽ ഒന്നായി വളർന്ന ചരിത്രമാണ് ഈ സിറ്റിക്കുള്ളത്. കൗലാലംപൂർ എന്ന പേരിൻ്റെ അർത്ഥം ചെളി നിറഞ്ഞ നദീ സംഗമം എന്നാണ്. ഗോംബക്, ക്ലാങ് എന്നീ 2 നദികൾ ഒത്തുചേരുന്ന സ്ഥലത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. 1857 ടിൻ ഖനനത്തിനായി എത്തിയ ചൈനീസ് തൊഴിലാളികളാണ് ഈ പ്രദേശം വികസിപ്പിച്ചത്. ചതുപ്പ് നിലമായിരുന്ന ഇവിടെ ഖനനത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്ന ഒരു കേന്ദ്രമായാണ് നഗരം വളർന്നത്. ബ്രിട്ടീഷ് ഭരണകാലം, അതായത് 1880 മുതൽ സെലങ്കൂർ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി ബ്രിട്ടീഷുകാർ കൗലാലംപൂരിനെ തിരഞ്ഞെടുത്തു. തുടർന്ന് റെയിൽവേ ലൈനുകളും റോഡുകളും വന്നതോടെ നഗരം അതിവേഗം വികസിച്ചു. 1957 ഓഗസ്റ്റ് 31 മലേഷ്യ
അന്ന് മലയ എന്ന് വിളിക്കപ്പെടുന്ന ഈ നാട് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് കോലാലംപൂരിലെ മെർഡക് സ്ക്വയറിൽ വെച്ചാണ്. അന്ന് യൂണിയൻ ജാക്ക് താഴെയിറക്കുകയും കോലാലംപൂറിൻ്റെ മെർഡക് സ്ക്വയറിൽ സ്ഥാപിക്കുകയും ചെയ്തു. കോലാലംപൂർ ഇന്ന് ഒരു ആഗോള നഗരമാണ്. ഇതിൻ്റെ പ്രാധാന്യത്തിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഇത് ഒരു സാമ്പത്തിക കേന്ദ്രം ആണെന്നതാണ്. മലേഷ്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക വാണിജ്യ കേന്ദ്രമാണിത്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഈ നഗരം ലോക നിലവാരമുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരവും വാസ്തുവിദ്യയും ഈ നഗരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പഴമയും പുതുമയും ഒത്തുചേരുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ നഗരത്തിലുള്ളത്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പെട്രോണസ് ഇരട്ട ടവറുകളാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളായിരുന്നു ഇവ. എന്നാൽ ഇന്നും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട ഗോപുരങ്ങൾ എന്ന ഖ്യാതി ഇത് നിലനിർത്തുന്നുണ്ട്. മറ്റൊരു കാഴ്ച KL ടവറാണ്. നാം ഇപ്പോൾ നിൽക്കുന്ന ഈ ടവർ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഗോപുരമാണ്. ഇതിനെ നഗര കാഴ്ചകൾ കാണാൻ തക്ക രീതിയിൽ ഒരു ഒബ്സർവേഷൻ ഡെക്കായും ഒപ്പം 360 ഡിഗ്രി കറങ്ങുന്ന ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻ്റായും ഒക്കെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. മറ്റൊരു മഹത്തായ കാഴ്ച ഇവിടുത്തെ സുൽത്താൻ അബ്ദുൽ സമദ് കെട്ടിടമാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ മഹത്തായ അടയാളം. മലയ്, ചൈനീസ്, ഇന്ത്യൻ വംശജർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ബഹുസ്വര സംസ്കാരമാണ് കോലാലംപൂരിൻ്റേത്. വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങൾ, വൈവിധ്യമാർന്ന ഭക്ഷണരീതികൾ, ആഘോഷങ്ങൾ എന്നിവ ഈ നഗരത്തെ സജീവമാക്കുന്നു. കോലാലംപൂർ സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെ ലഭ്യമാകുന്ന അത്യാധുനികമായ മെട്രോ റെയിൽ ശൃംഖലകളും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഈ നഗരത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഒരു സാധാരണ ഖനന ഗ്രാമത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നായി വളർന്ന അതിശയകരമായ കഥയാണ് കോലാലംപൂരിൻ്റേത്. കോലാലംപൂരിലെ ഈ KL ടവറിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നും ഈ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ ഈ നഗരം എത്ര മനോഹരമാണോ അത്രയും മനോഹരമാണ് ഈ നഗരത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം എന്ന കാര്യവും എൻ്റെ ഓർമ്മയിലേക്ക് കൂടിയെത്തുകയാണ്. മലേഷ്യയുടെ തന്നെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ തിളങ്ങുന്ന ഉദാഹരണമായാണ് കോലാലംപൂർ സ്ഥിതി ചെയ്യുന്നത്. മലായ്, ചൈനീസ്, ഇന്ത്യൻ, തമിഴ്, മലയാളി, സിഖ് വംശജരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്നതാണ് ഈ നഗരത്തിൻ്റെ സംസ്കാരവും പൈതൃകവും. ഇവിടുത്തെ വംശീയ വൈവിധ്യമാണ് എടുത്തു പറയേണ്ടത്. കോലാലംപൂരിലെ ജനത വിവിധ വംശങ്ങളിൽപ്പെട്ടവരാണ്. ഈ വൈവിധ്യം നഗരത്തിലെ ഓരോ തെരുവിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനമായത് മലയ് സംസ്കാരമാണ്. നഗരത്തിൻ്റെ അടിസ്ഥാനപരമായ സംസ്കാരം മലയ് ആണ്. അവരുടെ കലകളും സംഗീതവും ഭക്ഷണരീതികളും നഗരജീവിതത്തിൻ്റെ ഭാഗവുമാണ്. ചൈനീസ് പൈതൃകം ഇവിടുത്തെ ചൈന ടൗണും അവിടുത്തെ പുരാതന ചൈനീസ് ക്ഷേത്രങ്ങളും ഈ വംശജരുടെ സ്വാധീനം വ്യക്തമാക്കുന്ന ഒന്നുകൂടിയാണ്. ഇന്ത്യൻ സ്വാധീനവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലിറ്റിൽ ഇന്ത്യ എന്ന പ്രദേശം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണ്. തമിഴ്, മലയാളി പൈതൃകമുള്ള ധാരാളം ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. നഗരത്തിലെ കെട്ടിടങ്ങൾ ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. നാഷണൽ മോസ്ക്, KL ടവർ എന്നിവയിലെ ഡിസൈനുകൾ ഇസ്ലാമിക കലയുടെ മനോഹരിത വിളിച്ചോതുന്നു. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച സുൽത്താൻ അബ്ദുൽ സമദ് കെട്ടിടം, പഴയ റെയിൽവേ സ്റ്റേഷൻ എന്നിവ യൂറോപ്യൻ മ്യൂറിഷ് ശൈലികളുടെ സംഗമമാണ്. പ്രശസ്തമായ ബാട്ടു കേവ്സ് ഹിന്ദു സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ആഗോള പ്രതീകം കൂടിയാണ്. അതുപോലെ തിയാൻ ഹൗ ക്ഷേത്രം ചൈനീസ് വിശ്വാസങ്ങളെ പ്രതിനിധീകരിക്കുന്നു.
എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ കൗലാലംപൂരിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായവ ഹരി റായ, ഐദിൽ ഫിത്രി എന്ന മലയ് വംശജരുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഇതുകൂടാതെ ദീപാവലിയും തൈപ്പൂയവും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇന്ത്യൻ വംശജരുടെ ആഘോഷങ്ങളാണ്. ചൈനീസ് പുതുവർഷം നഗരം മുഴുവനും ചുവന്ന വിളക്കുകളാൽ അലങ്കരിച്ച് അവർ ആഘോഷിക്കുന്നു. ലോകത്തിലെ തന്നെ മികച്ച സ്ട്രീറ്റ് ഫുഡ് ലഭിക്കുന്ന നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് കോലാലംപൂർ. ഇങ്ങനെ നോക്കുമ്പോൾ കോലാലംപൂർ സിറ്റി ഇവിടുത്തെ വലിയ കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു പൈതൃകമായി ഇവിടെ നിലകൊള്ളുകയാണ്. ഒപ്പം അവിടുത്തെ ജനങ്ങളും അവരുടെ സംസ്കാരവും ഒക്കെ. ഇങ്ങനെ ഈ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടും ഇതിൻ്റെ ചരിത്രം ഓർത്തെടുത്തും നാം ഈ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നും താഴെയിറങ്ങി നമ്മുടെ യാത്ര തുടരുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു കലാകാരനെ കാണുന്നതും അല്പസമയം അദ്ദേഹത്തോടൊപ്പം നാം ചെലവഴിക്കുന്നതും. ത്തിന് ശേഷം ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത് മലേഷ്യയിലെ കോലാലംപൂരിലുള്ള ഏറ്റവും പ്രശസ്തമായ ഭക്ഷണ തെരുവാണ്. ബുക്കിറ്റ് ബിൻതാങ്ങിലെ ജലാൻ അലോർ എന്ന പ്രദേശത്താണ്. ഭക്ഷണപ്രേമികളുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ തെരുവ് ഈ കോലാലംപൂരിലെത്തുന്ന ഏതൊരു യാത്രികൻ്റെയും ഒരു ആകർഷണമാണ്. ഇവിടെ ലഭിക്കുന്ന ഭക്ഷണ വൈവിധ്യമാണ് ഈ തെരുവിനെ ഇത്രയേറെ പ്രശസ്തമാക്കുന്നത്. രാത്രിയാകുന്നതോടെ ജലാൻ അലോർ സജീവമാകുന്നു. ഇവിടെ പ്രധാനമായും ചൈനീസ്, മലായ്, തായ് വിഭവങ്ങളാണ് ലഭിക്കുക. കൂടാതെ ഇന്ത്യൻ, വിയറ്റ്നാമീസ് രുചികളും ഇവിടെ ധാരാളമായി ലഭിക്കുന്നുണ്ട്. കടൽ വിഭവങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ഈ തെരുവിലൂടെ സഹയാത്രികർക്കൊപ്പം നടന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ ക്യാമറയിൽ പകർത്തുകയാണ്. വളരെ വിശാലമായ ഒരു തെരുവാണ്. ഈ തെരുവിൻ്റെ രണ്ട് ഓരങ്ങളും മേശകസേരകൾ ഇട്ട് ഇവിടേക്ക് എത്തുന്ന യാത്രികർക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഈ തെരുവിലൂടെ ക്യാമറയുമായി നടക്കുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുക. പ്രധാന വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഗ്രിൽഡ് ചിക്കൻ വിങ്സ് ആണ്. അത് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ വിഭവങ്ങൾ ഒന്നുകൂടിയാണ്. സാത്തേ എന്നറിയപ്പെടുന്ന ചെറിയ കമ്പുകളിൽ കോർത്ത് ഗ്രിൽ ചെയ്തെടുക്കുന്ന ഇറച്ചിയാണ് മറ്റൊരു വിഭവം. പലതരം മീനുകൾ, ചെമ്മീൻ, ഞണ്ട് എന്നിവ തത്സമയം പാകം ചെയ്തു നൽകുന്ന സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളും ഇവിടെ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ മലേഷ്യയുടെ സ്വന്തം പഴമായ ഡൂറിയാൻ ഇവിടെ ധാരാളമായി ലഭിക്കും. കൂടാതെ മാംഗോസ്റ്റീൻ, റംബുട്ടാൻ എന്നിവയും ഇവിടെ സുലഭമാണ്. പകൽ സമയത്ത് സാധാരണ തെരുവായ ജലാൻ അലോർ വൈകുന്നേരം 5 മണിയാകുന്നതോടെ പൂർണ്ണമായും ഭക്ഷണശാലയായി മാറുന്നു. തെരുവിൻ്റെ ഇരുവശങ്ങളും മേശകളും കസേരകളും നിരത്തിയിട്ടിട്ടുണ്ടാവും. വർണ്ണാഭമായ ചുമന്ന വിളക്കുകളും വഴിയോര കലാകാരന്മാരുടെ സംഗീതവും ഇവിടുത്തെ രാത്രികളെ അതിമനോഹരമാക്കുന്നു.